ആത്മാരാധന എന്ന ചടങ്ങാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. എല്ലാ പൂജകൾക്കും ഇങ്ങനെ തന്നെയാണ് അതിന്റെ സമ്പ്രദായം. ആത്മാരാധനയ്ക്ക് ചന്ദനോണത്തിൽ നിന്നും ഇടത് കൈയിലേക്ക് ചന്ദനം അല്പം എടുത്തു വെക്കുക. വലതു കണ്ണിയിൽ നിന്ന് തീർത്ഥം ചേർത്ത് 2 വിരൽ കൊണ്ട് വൃത്തിയായി ചാലിച്ച് 2 വിരൽ കൊണ്ട് ചന്ദനം എടുത്ത് മൂലമന്ത്രം ജപിച്ച് നെറ്റിയിൽ തൊടുക. ഓം ഗം നമഃ. കഴുത്തിൽ ഓം ഗം നമഃ. വലതു കൈ കൊണ്ട് തന്നെ വലത് കൈയിലേക്ക് തൊടുക. ഓം ഗം നമഃ. ഇടത് കൈയില് ഓം ഗം നമഃ. നെഞ്ചില് ഓം ഗം നമഃ. 2 കൈകളും കഴുകുക. ഒരു പൂവെടുത്ത് ശിരസിൽ ചൂടുക. ഓം ഗം നമഃ. കൈ കഴുകി മാനസ പൂജ ചെയ്യുക. തള്ളവിരല് മോതിരവിരലിലെ ചുവട്ടിൽ തൊട്ടുകൊണ്ട് ജിഹ്വ നാവ് വായുടെ മുമ്പിലേക്ക് കാണിക്കുക. ഓം അപാത്മന ജലം കൽപ്പയാമി. മൂക്കിന്റെ മുമ്പില് ഓം ലം പൃഥിവ്യാത്മന ഗന്ധം കൽപ്പയാമി. ചൂണ്ടുവിരൽ തള്ളവിരലിന്റെ ചുവട്ടിൽ ചെവിയിലേക്ക് ഓം ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി. തള്ളവിരല് ചൂണ്ടുവിരലിന്റെ ചുവട്ടിൽ നാഭിയിലേക്ക് പൊക്കിളിലേക്ക് ഓം യം വായുവാത്മന ധൂപം കൽപ്പയാമി. തള്ളവിരലിന്റെ നടുവിരലിന്റെ ചുവട്ടിൽ നേത്രങ്ങൾ കണ്ണുകളിലേക്ക് ഓം രം അഗ്നിയാത്മന ദീപം കൽപ്പയാമി. തള്ളവിരല് മോതിരവിരലിന്റെ ചുവട്ടിൽ ജിഹ്വ നാവ് വായുടെ മുമ്പിൽ ഓം ഠം അമൃതാത്മന നിവേദ്യം കൽപ്പയാമി. സുരഭിമുദ്ര കാണിക്കുക. ഇടത് കൈയുടെ ചെറുവിരൽ പുറത്തു വരുന്ന രീതി കൈകൾ കോർക്കുക. വലതു കൈയുടെ ചുണ്ടുവിരലും ഇടത് കൈയുടെ നടുവിരലും തമ്മിൽ തൊടുക. ഇടത് കൈയുടെ ചുണ്ടുവിരലും വലതു കൈയുടെ നടുവിരലും തമ്മിൽ തൊടുക. ഇടത് കൈയുടെ ചെറുവിരല് വലതു കൈയുടെ മോതിരവിരല്, വലതു കൈയുടെ ചെറുവിരല് ഇടത് കൈയുടെ മോതിരവിരല്. തള്ളവിരൽ ചേർത്ത് പിടിക്കുക. മുഖത്തേക്ക് തിരിച്ചു പിടിക്കുക. മന്ത്രം ജപിക്കുക. ഓം ഠം അമൃതേ അമൃതാനനെ അമൃതോദ്ഭവേ അമൃതവർഷിണി അമൃതം ശ്രാവയ ശ്രാവയ. കൈ വിടുക. കൈ കഴുകുക. ഇപ്പൊ നമ്മൾ ചെയ്ത ചടങ്ങിന്റെ പേര് ആത്മാരാധന എന്നാണ്. ഇപ്പൊ ചന്ദനം കുറിയിടുക, പുഷ്പം ചൂടുക, മാനസ പൂജ ചെയ്യുക. ഈ 3 ചടങ്ങുകൾക്കും കൂടിയാണ് ആത്മാരാധന എന്ന് പറയുന്നത്.